ഡോക്ടർ മോഹൻ വർഗീസ, പൊതുവിൽ എങ്ങനെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുന്നത്? വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടന്നത്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത സമയത്ത് താങ്കൾ പറഞ്ഞിരുന്നു ആര്യാടൻ ഷൗക്കത്തിനാണ് ഒരു എഡ്ജ് ഉള്ളത്. പക്ഷേ നല്ല ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. നിലമ്പൂർ മണ്ഡലം ഒരു ഇടവേളയ്ക്ക് ശേഷം, നീണ്ട ഇടവേളയ്ക്ക് ശേഷം UDF തിരിച്ച് പിടിച്ചിരിക്കുകയാണ്. അതും ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് തന്നെ തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പക്ഷേ അവിടെ UDFൻ്റെ വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടായിരിക്കുന്നു. നമുക്കത് ആദ്യം പരിശോധിക്കാം. അതിനുശേഷം ഇടതുമുന്നണിയുടെ ചോർച്ച എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കാം. പൊതുവിലുള്ള വിലയിരുത്തൽ ശ്രീ അനിൽ, പൊതുവേ ഉള്ള വിലയിരുത്തലിൽ UDF പ്രതീക്ഷിച്ച വിജയം നേടിയിരിക്കുന്നു. ചെറിയ ആശങ്കകൾ UDFൻ്റെ ക്യാമ്പിലുണ്ടായിരുന്നു. അൻവർ ഇഫക്റ്റ് എങ്ങനെയാണ് UDFനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത? ഭരണവിരുദ്ധ വികാരം മൂന്നായി ചിതറുമ്പോൾ, UDFിലേക്കും അൻവറിലേക്കും ഭാരതീയ ജനതാ പാർട്ടിയിലേക്കും ചിതറുമ്പോൾ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിക്ക് മേൽക്കൈ ലഭിക്കുമോ എന്ന ആശങ്കയെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് 11,700 ചില്ലുവാനം വോട്ടിന് വിജയിച്ചിരിക്കുന്നത്. ഭൂരിപക്ഷത്തിന് 11,077 അത്രയും വോട്ടിന് വിജയിച്ച ഒരു സ്ഥാനാർത്ഥി. അതുകൊണ്ട് അടിസ്ഥാനപരമായ മണ്ഡലത്തിൻ്റെ DNA UDF അനുകൂലമാണ്. ശക്തമായ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ശക്തമായ കിഴക്കൻ മേഖലയിൽ, മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ശക്തമായ സാന്നിധ്യമുള്ള ആര്യാടൻ മുഹമ്മദിൻ്റെ ഫാമിലി, കോൺഗ്രസിൻ്റെ അടിസ്ഥാന വോട്ടുകൾ എല്ലാം ചേരുമ്പോൾ സ്വാഭാവികമായി ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും ജയിച്ചു വരാവുന്ന UDF സ്ഥാനാർത്ഥിക്ക് മുൻതൂക്കം ലഭിക്കുന്ന മണ്ഡലമാണ്. പക്ഷേ ഇതിനെ പ്രത്യേകതകൾ നിറഞ്ഞതാക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടമായി അതിന് നിലമ്പൂർ കേവലം മറക്കാവുന്ന ഒരു ഭരണവിരുദ്ധ വികാരം ഒക്കെ അളക്കാനുള്ള ഒരു ഉരകല്ല് എന്ന നിലയിൽ പ്രധാനപ്പെട്ടതാണെങ്കിൽ പോലും ഒരിക്കൽ പോലും ഭരണത്തെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് തിരഞ്ഞെടുപ്പ് ഫലം ചെയ്യില്ല എന്ന പൂർണ്ണ അറിവോടുകൂടി തന്നെയാണ് നിലമ്പൂർ പോളിങ്ങിന് പോയത്. അതുകൊണ്ടാണ് ശ്രീ അനിൽ, ഇവിടെ അടുത്ത് വരുന്ന ഒരു 7-8 മാസം അതീവ നിർണായകമാണ്. കേരളം എങ്ങനെ ചിന്തിക്കുന്നു, കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സെങ്ങോട്ടാണ്, ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന സംവിധാനം, ആ സംവിധാനത്തിനെതിരെയുള്ള ആൻറ്റി ഇൻകംബൻസി ഇഫക്റ്റ് അളക്കാനുള്ള ഒന്നാന്തരം ഒരു അവസരമായിരുന്നു. അത് കൃത്യമായി തന്നെ അത് റിസൾട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതായത് 77,000-ൽ പരം വോട്ട് വിജയിച്ച UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനും 66,600 ചില്ലുവാനം വോട്ട് പരാജയപ്പെട്ട ആളിന് ലഭിക്കുമ്പോൾ കേവലം 11,000-ൻ്റെ മാത്രം വ്യത്യാസമല്ല ഇവിടെ കാണേണ്ടത്. അൻവറിന് ലഭിച്ച 20,000-ഓളം വോട്ട്, 19,000 ചില്ലുവാനം വോട്ട്, 19,760 വോട്ട്സ്, അത് ഇഫക്റ്റീവ്ലി പിണറായി വിരുദ്ധ വോട്ടുകൾ തന്നെയാണ്. അൻവർ അത് പറഞ്ഞു തന്നെയാണ് ക്യാമ്പയിൻ ചെയ്തിരിക്കുന്നത്. ജനങ്ങളും വന്യമൃഗങ്ങൾ തമ്മിലുള്ള പോരാട്ടം, അതെല്ലാം തന്നെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു സബ്സിഡിയറീസായി കാണാം. BJP വോട്ടുകളും ആ ഗണത്തിൽപ്പെടാം. അങ്ങനെ വരുമ്പോൾ 1,00,000-ലധികം വോട്ടുകൾ LDF സ്ഥാനാർത്ഥിക്കെതിരെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കാണാം. കൃത്യമായി പറഞ്ഞാൽ 1,05,000-ൽ വോട്ടുകൾ. അപ്പോൾ കൃത്യമായി ഒരു നോൺ ലെഫ്റ്റ് സ്പേസ് അവിടെ വർക്ക് ചെയ്തു എന്ന് കാണാം. അതുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ സൂചനയായി ഒരു പരിധിവരെ കാണാം. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് നേരത്തെ സംസാരിച്ച റിപ്പോർട്ടർ സംസാരിച്ചത് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയുണ്ടായി. എൻ്റെ സുഹൃത്തു കൂടിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അപ്പം അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഒരുപാട് പുരികങ്ങൾ ചൊളിഞ്ഞതാണ്. എന്തിനാണ് BJP അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്? ഇപ്പോൾ കൃത്യമായൊരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് BJPക്ക് വിജയിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടെന്ന് ആരും തന്നെ ഇൻ ദ വൈൽഡസ്റ്റ് ഇമാജിനേഷൻ കരുതിയില്ല എന്നതാണ് സത്യം. എന്നാൽ മോഹൻ ജോർജിന് വോട്ടുകൾ, BJP വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല, ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു ലോങ് ടേം ഗുഡ്വിൽ, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയിലാണ് ആ സ്ഥാനാർത്ഥിത്വത്തിനെ പൊതുവെ കണ്ടത്. ഇനി വരാനുള്ള മധ്യ തിരുവിതാംകൂർ ഉൾപ്പെടെ, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, കൊല്ലം ജില്ലകളിൽ ഉൾപ്പെടെ ഈ ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ BJPക്കും NDAയ്ക്കും സാധിക്കണമെങ്കിൽ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ ഇവിടെ ജയിക്കാൻ സാധ്യതയില്ല എങ്കിൽ പോലും ഒരു പോരാട്ടമുഖം തുറക്കാൻ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലയിൽ പെടുന്ന, മോഹൻ ജോർജിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ഈ മധ്യ തിരുവിതാംകൂറാണ്. അപ്പോൾ ഒരു കുടിയേറ്റ മേഖലയിൽ നിന്ന് വരുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് നൽകി എന്ന് പറയുമ്പോൾ അതൊരു സന്ദേശമാണ് നൽകുന്നത്. അതുകൊണ്ടാണ് മൂന്ന് പാർട്ടികളെയും, പ്രത്യേകിച്ച് LDF, UDF, BJP
കക്ഷികളെ അല്ലെങ്കിൽ മുന്നണികളെ അഭിനന്ദിക്കുന്നു. കാരണം അവർ ഇതിനെ ഒരു രാഷ്ട്രീയ പോരാട്ടമായി മാറ്റിയെടുത്തതിന് അൻവറിനും തലയുയർത്തി നിൽക്കാനാവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അൻവർ UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരുന്നു എങ്കിൽ മാത്രമേ അൻവറിന് പൂർണ്ണമായി അൻവർ ഇമ്പാക്റ്റ് എന്ന് പറയാനാവൂ. പക്ഷേ UDF സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞു. അൻവർ ഇല്ലാതെയും UDFന് ജയിക്കാം എന്ന രീതിയിൽ UDFും കാണുന്നു. പക്ഷേ അൻവർ 20,000 വോട്ടുകളുടെ ഒരു സാന്നിധ്യത്തെ തുച്ഛീകരിച്ച് കാണാനുമാവില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ഫീൽ ഗുഡ് ഫാക്ടർ എക്സെപ്റ്റ് ഫോർ LDF. വലിയ പ്രതീക്ഷയായിരുന്നു. സ്വരാജ് വലിയൊരു പ്രതീക്ഷയാണ്. യുവ നേതാവാണ്, ഭാവിയുള്ള ഒരു നേതാവാണ്, തദ്ദേശീയനാണ്. അദ്ദേഹം കടന്നു വന്നപ്പോൾ LDF അണികളിലുണ്ടായ ഒരു വലിയ ഒരു ആവേശം. പക്ഷേ ആ ആവേശം പൂർണ്ണമായി വോട്ടായി മാറിയില്ല എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് LDF ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ്. അപ്പോൾ മാക്സിമം പുഷ് ചെയ്യുമ്പോഴും ഇത്രയും മാത്രമേ LDFന് നേടാനാവൂ എങ്കിൽ LDFന് വരാനിരിക്കുന്നത് അത്ര നല്ല നാളുകളല്ല രാഷ്ട്രീയമായി.